പ്രിയപ്പെട്ട ഭ്രാന്തന്മാരെ, ഭ്രാന്തികളെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ആരും മുഷിയരുത്. ഒരു മനഃശാസ്ത്രജ്ഞന്റെ കണ്ണിൽ മറ്റേതൊരാളും ഒരു മനോരോഗിയാണ്. Every other man is mad. I can prove it. If each and every one of you are ready to come to me and answer my 6 or 7 questions. വലിയ ചില പദവികളിൽ ഇരിക്കുന്നവനെ ഒറ്റ നോട്ടത്തിൽ ഒരു ഭ്രാന്തനായി നമുക്ക് തോന്നുകയില്ല. പക്ഷെ അയാൾക്കുമുണ്ടാകും ഭ്രാന്ത്, അധികാരത്തിന്റെ ഭ്രാന്ത്. തന്റെ കീഴിലുള്ളവരെ ചവിട്ടിത്തേച്ച് കാൽ കീഴിൽ നിർത്താനുള്ള ഭ്രാന്ത്. ജോർജ് ബുഷിന് ഭ്രാന്തില്ലേ? അമേരിക്ക ഒന്നാം ലോക രാഷ്ട്രമാണെന്നുള്ള അഹങ്കാരം അയാളുടെ സമനില തെറ്റിച്ചില്ലേ? ഇറാഖിലെ ആയിരക്കണക്കിന് നിരപരാധികളായ സാധാരണ ജനങ്ങളെ വെടിവെച്ചും ബോംബിട്ടും അയാൾ കൊന്നില്ലേ? ബ്ലൂ ഓറഞ്ച് എന്ന രാസായുധം ഉപയോഗിച്ച് കുർദുകളെ കൊന്നൊടുക്കിയ സദ്ദാമിന് രോഗമില്ലേ? രാജാവിനെ പോലെ ജീവിക്കാനുള്ള സമ്പാദ്യമുണ്ടായിട്ടും അഫ്ഗാൻ അതിർത്തിയിലെ ഏതോ മലയിടുക്കിൽ പൊള്ളുന്ന വെയിലും ചൂടുകാറ്റുമേറ്റ് ബിൻ ലാദൻ അലയുന്നു. എന്തുകൊണ്ട്? ചിന്തിക്കൂ സുഹൃത്തുക്കളെ, ചിന്തിക്കൂ. ലൈംഗിക ഭ്രാന്ത്, ജാതിഭ്രാന്ത്, മതഭ്രാന്ത്, രാഷ്ട്രീയ ഭ്രാന്ത്, പണഭ്രാന്ത്, സുഖലോലുപത ഭ്രാന്ത്, അസൂയ ഭ്രാന്ത്. ഇതിലേതെങ്കിലും ഒന്നില്ലാത്ത ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ മുന്നോട്ട് വരൂ സുഹൃത്തെ. ആരുമില്ല, ഉണ്ടാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യമേ പ്രിയപ്പെട്ട ഭ്രാന്തന്മാരെ, ഭ്രാന്തികളെ എന്ന് സംബോധന ചെയ്തത്. അല്ലെങ്കിൽ വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ വെല്ലുവിളിക്കാനുള്ള ആത്മധൈര്യം എനിക്കുണ്ട്. ഫ്രോയിഡിന്റെയും യൂങ്ങിന്റെയും മറ്റനേകം ലോകോത്തര മനോരോഗ വിദഗ്ധരുടെയും മനസ്സുകളിലൂടെ എത്രയോ ഉറങ്ങാത്ത രാത്രികൾ ചെലവഴിച്ച് ഞാൻ സഞ്ചരിച്ചു. ഇപ്പോഴെനിക്ക് പറയാൻ കഴിയും, സമചിത്തതയുള്ള ഒരു സമൂഹമായി കേരളത്തെ ഞാൻ മാറ്റും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ലാദനെയും സദ്ദാമിനെയും ബുഷിനെയും എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ഞാൻ മാറ്റാം അവരുടെ അസുഖം. കൊണ്ടുവരൂ. ഡോക്ടർ, എല്ലാറ്റിനും വളരെ നന്ദി. മിസ്റ്റർ കുരുവിള, ഈ കാർ യാത്രയിൽ മുഴുവൻ ഞാൻ നിങ്ങളുടെ മനസ്സ് അനലൈസ് ചെയ്യുകയായിരുന്നു. എന്നെ പോലെ പ്രശസ്തരായ ആളുകളെ വിളിച്ചു വരുത്തി സ്വീകരണം കൊടുക്കുക, അവരെ വാനോളം ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുക, അതിലൂടെ നിങ്ങളും പ്രശസ്തനാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പോപ്പുലാരിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന അസുഖമാണത്. എന്ന് വെച്ചാൽ നിങ്ങളും ഒരു മനോരോഗിയാണ്. നിന്റെ അധിക പ്രസംഗം കഴിഞ്ഞ ഉടനെ കവടിക്കരയിലെ സുകുമാരൻ നായർ ഇവിടെ വിളിച്ചിരുന്നു. എന്താ നിന്റെ വിചാരം? ആളുകളെ കയറി പ്രാന്തമാരെന്ന് വിളിക്കുക. എല്ലൊടിയാതെ നീ ഇവിടെ തിരിച്ചെത്തിയതേ എന്റെ പ്രാർത്ഥന ഉണ്ടാവുന്ന കൂട്ടിക്കോ. കഷ്ടം. കുട്ടിക്കാലത്ത് മൂക്കൾ വലിപ്പിച്ച് കിടന്ന ആ കോന്തൻ ചെക്കനായിട്ടാണ് അമ്മ ഇപ്പോഴും എന്നെ കാണുന്നത്. കാലിഫോർണിയയിലും ബ്രസൽസിലും ജനീവയിലും ഞാൻ സഞ്ചരിച്ച നിർത്ത്. ഇത് കേട്ട് എനിക്ക് മതിയായി. നിന്റെ കണ്ണി മറ്റുള്ളവർക്കല്ലേ പ്രാന്ത്, എന്റെ കണ്ണി നിനക്കാ പ്രാന്ത്. ഞാൻ അത് പഠിച്ചു ഇത് പഠിച്ചു ഒരു വലിയ കുന്തടുത്തങ്ങ് മെഴുങ്ങി എന്നൊക്കെ എപ്പോഴും പറയുന്നത് പ്രാന്തായിട്ട് തന്നെയാ. മനുഷ്യനായ നന്ദി വേണം. അമേരിക്ക 2 കൊല്ലം പഠിച്ചല്ലേ നീ, എന്നിട്ടും ജോർജ് ബുഷിന് വട്ടാണെന്ന് നീ പറഞ്ഞു കളഞ്ഞില്ലേ? ബുഷ് എന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. എന്നാലും നിനക്ക് ഷെയ്ക്കാൻ്റെ എന്ന ആളല്ലേടാ അയാള്. പാവം മനുഷ്യൻ. അയാൾ ഷെയ്ക്കൻഡ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചോ? അയാളുടെ കണ്ണുകളിലേക്ക് ഞാനൊരു ഹിപ്നോട്ടിക് നോട്ടം നോക്കി. ഒരു നിമിഷം കൊണ്ട് നഗ്നമായ അയാളുടെ മനസ്സ് ഞാൻ കണ്ടു എന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. നിന്നെ പേടിച്ച് ആയിരിക്കണം. അയാളുടെ മനസ്സിനുള്ളിലെ ഗൂഢനീക്കങ്ങൾ ഞാൻ കണ്ടുപിടിച്ചാലോ? ഇതൊക്കെ എന്നോട് പറഞ്ഞതിരിക്കട്ടെ, പുറത്തിറങ്ങി വല്ലവരോടും പറഞ്ഞാലുണ്ടല്ലോ കേരളത്തിലെ ജനങ്ങളാ മനഃശാസ്ത്രജ്ഞനെ പിടിച്ചോണ്ട് പോയി ഊളംപാറയിൽ അഡ്മിറ്റ് ചെയ്യും. അമ്മയുടെ മകന് അമ്മയേക്കാൾ 10 മടങ്ങ് ബുദ്ധി ഉണ്ടായതിൽ അമ്മ അസ്വസ്ഥയാണെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ അതുകൊണ്ടല്ല, എന്തോ എനിക്ക് ചമ്മല. പിന്നീട് നാണാവുന്നില്ല ഇങ്ങനൊക്കെ പറയാം. ഇഷ്ടമല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? എങ്കിൽ ഞാൻ വൈകുന്നേരം വിളിക്കുമ്പോ തരാം. ഇല്ലെന്നേ, ഉറപ്പായിട്ട് തരാം. ഇപ്പൊ തന്നെ വേണമെന്നതിനെ വാശി പിടിക്കുന്നത്. ഓക്കെ, ഒരെണ്ണം, ഒരേ ഒരെണ്ണം. പിന്നെ ചോദിക്കരുത്. കഴിഞ്ഞ മാസം ഒറ്റയടിക്ക് 4000 രൂപയുടെ വ്യത്യാസം ഫോൺ ബില്ലിൽ കണ്ടപ്പോൾ ഞാൻ കരുതി BSNL-കാർക്ക് തെറ്റിയതായിരിക്കുമെന്ന്. നിങ്ങളുടെ കല്യാണം ഒരു ധാരണ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി മോതിരം മാറൽ, കല്യാണ തീയതി നിശ്ചയിക്കൽ, പിന്നെ കല്യാണം, എല്ലാം കൂടി എത്ര മാസം എടുക്കുമെന്നൊരു നിശ്ചയമില്ല. അത്രയും കാലം ഫോണിൽ കിസ് ചെയ്താൽ എന്റെ കാശ് എത്ര പോകുമെന്ന് ആർക്കറിയാം? നിൽക്കണേ ഇവിടെ. MSW പാസ്സായിട്ടുണ്ടല്ലോ, ഉടൻ തന്നെ ഏതെങ്കിലും ജോലി കയറ്. എന്നിട്ട് ശമ്പളം കിട്ടുമ്പോൾ ഒരു സെൽഫോൺ വാങ്ങിച്ച് വിനോദമായിട്ട് ഇഷ്ടം പോലെ സംസാരിച്ചു. വിനയേട്ടൻ പറയുന്നത് ജോലിക്കൊന്നും പോകണ്ടെന്നല്ലേ? എങ്കിൽ ഇവിടുത്തെ ഫോൺ ബില്ല് അവനോട് അടക്കാൻ പറ.
നീ എപ്പോഴാ ബാംഗ്ലൂർ പോകുന്നത്? തീരുമാനിച്ചിട്ടില്ല. എന്തിനാ നീ ഇപ്പൊ ബാംഗ്ലൂർ പോന്നേ? അത് പിന്നെ ഒന്നുമില്ല, വെറുതെ. വെറുതെ ആണെങ്കിൽ ബാംഗ്ലൂരിൽ തന്നെ പോണമെന്നുണ്ടോ? വല്ല നെടുമങ്ങാട്ടോ സുൽത്താൻ ബത്തേരിയിലോ പോയാ പോരെ? അല്ല, ഞാൻ ബാംഗ്ലൂർ പോകുന്ന കാര്യം അമ്മയോട് ആര് പറഞ്ഞു? അതാരെങ്കിലും ആയിക്കോട്ടെ, എന്താ നിന്റെ ഉദ്ദേശം? ഇവളും വിനോദുമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചിരിക്കാന്നുള്ള ഓർമ്മ വേണം. അതും ഈ ബാംഗ്ലൂരുമായിട്ട് ബന്ധമുണ്ടല്ലോ. വിനോദിന്റെ പെങ്ങളെ അനുപമ ബാംഗ്ലൂരിലല്ലേ പഠിക്കുന്നേ? ഇവളെ പെണ്ണ് കാണാൻ വിനോദിന്റെ കൂടെ അവൾ ഇവിടെ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചതാ. അവളോടുള്ള നിന്റെ ഒരു കുഴച്ചിലും മറിച്ചിലും. അമ്മ വേണ്ടാത്തത് ഓരോന്ന് പറയരുത്. നിന്റെ ഒരു വിരൽ അനങ്ങിയാ എനിക്ക് മനസ്സിലാവും അതെന്തിനാണെന്ന്. നീ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ടെന്നോ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്നോ ഒക്കെ അവള് തന്നെയാ പറഞ്ഞത്. ആ കുട്ടി വിളിച്ചോ? നീ ചെല്ലുന്ന ഡേറ്റ് അറിയാൻ. നിന്റെ പകുതി പ്രായമുള്ള ആ കുട്ടിക്ക് വിനോദ് അറിഞ്ഞാൽ നിന്റെ കാലവൻ തല്ലി ഓടിക്കും. അമ്മ, ഞാൻ ഒന്നും മിണ്ടാടാ. എന്നോ ഞാൻ ഇനി സത്യം പറയാം. ലോകമറിയുന്ന മനഃശാസ്ത്രജ്ഞനാവാനുള്ള യാത്രയും മറ്റെല്ലാം മറന്നവനാ ഞാൻ. വിവാഹം, കുടുംബം, കുട്ടികൾ എല്ലാം. ഇപ്പൊ വയസ്സ് ഒരുപാടായി. പക്ഷേ മനസ്സ് ഒരു പ്രഹേളികയാണമ്മേ. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. കടിഞ്ഞാണില്ലാത്തൊരു കുതിരയാണത്. പക്ഷെ അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട. വയസ്സിന്റെ ഈ കോംപ്ലക്സ് കാരണം ഞാൻ ആ കുട്ടിയോട് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഡോക്ടർ ശാന്താറാം ഹിയർ. ഓഹോ, അറിയാം. പേഷ്യൻസ് വെയിറ്റ് ചെയ്യട്ടെ. മിസ്റ്റർ അലി പറയുന്നത് കേൾക്കൂ. ആദ്യം എന്റെ സമനിലയൊന്ന് വീണ്ടും കിട്ടട്ടെ, എന്നിട്ട് പോരെ മറ്റുള്ളവരെ ചികിത്സിക്കുന്നത്. ഡോക്ടറെ കാത്തിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, മനഃശാസ്ത്രത്തിന്റെ മാനസിക നില തകരാറിലാണ്. എപ്പോ വരുമെന്നറിയില്ല. ഇരുന്ന് മുഷിഞ്ഞവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇരിപ്പ് തുടരാം. എപ്പോ വരുമെന്ന് അറിയില്ല എന്ന് വെച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യമാണത്. ഇരുന്ന് മുഷിഞ്ഞവർക്ക് പോകാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരാടാ എന്നെ ഇടം കാലിട്ടത്? എന്നെ വീഴ്ത്തിയവന് ഡോക്ടറുടെ മരുന്നും കൊണ്ടല്ല, എന്റെ ഈ കൈ കൊണ്ടായി ചികിത്സ വേണ്ടത്. മോന്ത പറ്റി ചപ്പാത്തി ഉണ്ടാക്കും ഞാൻ. അത് തന്നെ കറണ്ട്. ഞാൻ നിൽക്കുന്നതാണ് ഡോക്ടർ ശാന്താറാം. അത് ഞാനല്ല. പിടിയടാവനെ. എന്നെ പേടിച്ചോടിയതാണല്ലേ? അല്ല, ഡോക്ടേഴ്സ് അസോസിയേഷന്റെ വാർഷികത്തിന് ഓട്ട മത്സരത്തിന് പേര് കൊടുത്തിരുന്നു. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓടാറുണ്ട്. കള്ളം, പച്ചക്കള്ളം. സത്യം പറ, പേടിച്ചിട്ടല്ലേ ഓടിയത്? ഓടണം. ഭാർഗവനെ കാണുമ്പോ ഏത് കൊലക്കൊമ്പനും ഓടണം. ഓടുന്നവനെ ഓടിച്ചിട്ട് പിടിക്കലാണ് ഞങ്ങളുടെ രീതി. ഇരയെ വേട്ടയാടി കൊന്നു തിന്നുന്നതാണ് ഞങ്ങളുടെ ശൈലി. ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. അതൊക്കെ അകത്ത് നിന്നിട്ട് പറയാം. കമാൻ. അണ്ണാ, ഒരു സെക്കൻഡ്. ശാന്തന്മാർക്കെല്ലാം സ്ഥലം വിടാം. ചികിത്സ കഴിഞ്ഞു. ഇരുന്നോളൂ. നിൽക്കുന്നതാ എനിക്കിഷ്ടം. ഇരിക്കണം. എന്നെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താ കേട്ടത്? വളരെ നല്ല മനുഷ്യനാണെന്നാ കേട്ടത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത. ഉറുമ്പിനെ നോവിച്ചിട്ട് എന്താണോ കാര്യം? ഉറുമ്പല്ല എന്റെ ശത്രു. പോലീസാണ്, കോടതിയാണ്, ഭരണകൂടമാണ്. ഇതിനെയൊക്കെ ഞാൻ നോവിക്കും. നോവിച്ചിട്ടുണ്ട് ഭാർഗവൻ.
തെളിവുകളില്ലാത്തതുകൊണ്ട് മാത്രം ജയിലിന് പുറത്ത് കഴിയുന്നവനാണ് ഞാൻ. വല്ലവനും തെളിവും കൊണ്ട് വന്നാൽ പിന്നെ അവൻ വെള്ളം കുടിച്ചാകുകയില്ല. അത് വേറെ കാര്യം. മനസ്സിലായോ? കഞ്ചാവ് കൃഷിയാ എന്റെ മെയിൻ പണി. കൂട്ടത്തിലെ ആളക്കൊല്ലും ആനക്കൊമ്പും എല്ലാ പരിപാടിയുണ്ട്. എന്നെ ഒതുക്കാൻ നോക്കിയവനൊക്കെ ഞാൻ ഒതുക്കിയിട്ടേ ഉള്ളൂ. കേട്ടിട്ടുണ്ടോ കുട്ടിക്കാനം കുരിയച്ചന്റെ കഥ? 110 kV ഇലക്ട്രിക് കമ്പിയിൽ. അത് തന്നെ. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഞാൻ നല്ലവനാണെന്നാ കേട്ടെന്ന് താൻ പറഞ്ഞത്? അല്ല, മോശമായിട്ടാ കേട്ടതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി. അത് ന്യായം. എന്നാ കേട്ടോ, ഞങ്ങൾ ഈ അധോലോക നായകന്മാർക്ക് മോശം കേൾക്കാനാ കൂടുതൽ ഇഷ്ടം. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ എത്ര രൂപ ബാങ്ക് ബാലൻസ് കാണും? ഒരു 50,000 കാണും. അത് പെങ്ങളുടെ കല്യാണ ചെലവിന് വെച്ചതാ. പക്ഷെ സാരമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെക്ക് എഴുതരാം. ലോകത്തെവിടെയൊക്കെയോ പോയി പഠിച്ചു, ഇക്കാലം അത്രയും പണിയെടുത്തു. എന്നിട്ട് മിച്ചം വെച്ചത് 50,000 ഉലുവ. ഞങ്ങൾക്കൊരു മാസം തോക്കിന് ഉണ്ട വാങ്ങിക്കാൻ വേണം 5 ലക്ഷം രൂപ. ഇതൊരു ക്ലിനിക്കാണ്. ഇവിടെ വെടി. ആർഗവൻ എവിടെ നിൽക്കുന്നോ അവിടെ വെടിയും പോവൊക്കെ ഉണ്ടാവും. ഞാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. വേറൊരു അധോലോക നായകൻ ബോംബെയിലുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സാ. വെടിയും കുത്തും ആനക്കൊമ്പൊക്കെ തന്നെ അവന്റെയും പണി. കുറെ കാലമായിട്ട് അവന് തോക്കെടുക്കുമ്പോ കൈക്കൊരു വിറയൽ. പഴയ ധൈര്യമൊക്കെ ചോർന്നു പോയതുപോലെ. ശത്രുക്കളെ കുറിച്ച് ഓർക്കുമ്പോഴേ പേടിയാ. ബിൻലാദിനെ കൊണ്ടുപോയി ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞ ആളല്ലേ. എത്രയും പെട്ടെന്ന് അവനെ ഒന്ന് നേരെയാക്കി തരണം. ഇതിനാണോ എന്നെ കാണാൻ വന്നത്? അതെ. ഇതിനാണോ ഈ മേശമേലുള്ള സാധനങ്ങളൊക്കെ തട്ടി താഴേട്ടത്, വെടി പൊട്ടിച്ചത്? അതൊക്കെ ഞങ്ങളുടെ ഒരു രീതിയാണെന്ന് പറഞ്ഞില്ലേ. നഷ്ടപരിഹാരം തരാം. കണ്ണപ്പ ജബ്ബാറെ, കാറിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ എടുത്തുണ്ടോ? 1 കോടിയുടെ ഒറ്റ കെട്ടാ. എടുത്തുണ്ട് വാടോ, കെട്ട് പൊട്ടിക്കാം. ഓ, എനിക്കിപ്പോ ഒന്നും വേണ്ട. വേണ്ട. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ കാര്യത്തിലുള്ള തീരുമാനം പറ. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അധോലോക നായകൻ ഫ്രണ്ടൊന്നുമല്ല, നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ ഇയാളെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ജഗജില്ലിയല്ലേ ഇയാള്? സമ്മതിച്ചിരിക്കുന്നു. മിടുക്കൻ. പകുതി ധൈര്യം ഇപ്പോഴേ വീണ്ടും കിട്ടിയതുപോലെ തോന്നുന്നു. ഇനി താമസിപ്പിക്കണ്ട. ഗുളികെ അരിഷ്ടോ എന്താന്ന് വെച്ചാൽ തന്നോളൂ. എനിക്ക് എത്രയും പെട്ടെന്ന് പഴയ ഭാർഗവനാകണം. മനഃശാസ്ത്രജ്ഞന്റെ കണ്ണിൽ കുറ്റം ചെയ്യുന്നവരാ മനോരോഗികൾ. വെറുതെ ഇരിക്കുന്നവനെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനഃശാസ്ത്രം ഞാൻ പഠിച്ചിട്ടില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. എങ്കിൽ കൊലയും കത്തിക്കുത്തുമൊക്കെ നമുക്ക് വിടാം. ഞാൻ നല്ല അസലായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെന്ന് കരുതിക്കും. കുറച്ച് ദിവസമായി സ്റ്റിയറിംഗ് തൊടുമ്പോ എന്റെ കൈ വിറയ്ക്കും. എതിരെ വരുന്ന വാഹനങ്ങൾ എന്നെ ഇടിക്കുമോ, ഞാൻ ചത്തുപോകുമോ എന്നൊക്കെയാണ് എന്റെ പേടി. ഈ പേടി മാറ്റാൻ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും പുസ്തകത്തിൽ എന്തെങ്കിലും വിദ്യയുണ്ടോ? പറയണോ? വരട്ടെ, ഞാൻ പറഞ്ഞിട്ട് മതി. എനിക്ക് കുറച്ച് സാവകാശം തരുമോ? ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ഞങ്ങളുടെ ഇരിപ്പ്. എത്ര സമയം വേണം? അത് ഒരു 2-3 ദിവസത്തിനകം പറയാം. ഓക്കെ. കണ്ണപ്പാ, ഇയാൾക്ക് എന്റെ ഫോൺ നമ്പർ കൊടുക്കും. റെഡിയായാൽ ഉടനെ വിളിക്കണം. പിന്നെ വേറൊരു കാര്യം, എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് മറ്റൊരു മനുഷ്യനും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ ശത്രുക്കൾക്ക് എന്നെ ഭയമില്ലാതാവും. അതോടെ എന്റെ കച്ചവടം തീരും. ആരോടെങ്കിലും ഈ സംഭവം പറഞ്ഞാൽ കൊത്തിയെറിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും. അപ്പൊ പാക്കല. ആ ഒരു വിനോദ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കാണുമല്ലോ. ക്ഷണിക്കാൻ നിവർത്തിയില്ല. ഇത് അപ്പുറത്തെ വീട്ടിലെ പയ്യനെ കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിപ്പിച്ചതാ. ഞാൻ കഴിച്ചാണ് സാർ. ഇരിക്കും. ഒരു കുക്കിനെ വെച്ചാ ഇവിടെ തന്നെ വല്ലതും ഉണ്ടായി കഴിച്ചൂടെ സാർ? നല്ല കഥയായി. 2000-3000 ഒക്കെ അവന്മാര് ശമ്പളം ചോദിക്കുന്നത്. ലോസോപ്പെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന പോലീസുകാരന് അത്രയും തുകയ്ക്ക് എങ്ങനെ താങ്ങാൻ പറ്റും? വിനോദിനോട് സത്യം പറയാലോ, നാട്ടിലുണ്ടായിരുന്ന വീട് ഞാനങ്ങ് വിറ്റു. അതിൽ നിന്ന് കിട്ടുന്ന പലിശയിലാ ഇപ്പോഴത്തെ പോക്ക്. സാർ എന്തിനിങ്ങനെ ബുദ്ധിമുട്ടുന്നു? നെർക്കോട്ടിക് സെല്ലിൽ SP ആയിരുന്ന സാറ്. എത്ര വലിയ പോസ്റ്റ് ആയാലും ചെയ്യുന്ന ജോലി എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റണം വിനോദ്. ഇല്ലെങ്കിൽ ജീവിതം നരകമാ.
വിനോദിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അനുഭവങ്ങൾ. കറണ്ട് ഭാർഗവൻ, നായിഡു, ഇവരോടൊക്കെ ഞാൻ പൊരുതി നോക്കി. ഭാർഗവനെ ഒരിക്കൽ തെളിവുകളോടെ ഞാൻ പിടികൂടിയിട്ടുമുണ്ട്. അവൻ അവന്റെ പണത്തിന്റെ സ്വാധീനത്തിൽ പോറലേൽക്കാതെ തടിതപ്പി. ഡിപ്പാർട്ട്മെന്റ് എന്റെ കൂടെ നിന്നില്ല. ഇനിയും വയ്യ, വയസ്സുമായി. സാർ പോലീസ് ട്രെയിനിങ് കോളേജിൽ അധ്യാപകനായിരുന്നപ്പോ പറഞ്ഞത് ഞാൻ ഓർത്തു പോവാണ്. ഒടുക്കം വരെ പോരാട്ട വീര്യത്തിന്റെ കനൽ കെടാതെ സൂക്ഷിക്കുന്നവനാണ് ഒരു നല്ല പോലീസുകാരനെന്ന്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ അന്ന് തയ്യാറാക്കി വെച്ച വാക്കുകൾ ഓർത്ത് ഇപ്പൊ ഞാൻ ലജ്ജിക്കാണ്. അനുഭവ പാഠത്തെക്കാൾ വലുതായിട്ടൊരു പാഠവുമില്ല വിനോദ്. ആയിരിക്കാം, എങ്കിലും ഒരു ശിഷ്യന്റെ അപേക്ഷയാണ്. സാർ ദയവ് ചെയ്ത് ലീവ് ക്യാൻസൽ ചെയ്ത് ചാർജ് എടുക്കണം. സാറിന്റെ കീഴിൽ ജോലി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് പറയാണ്. ഐ എം സോറി വിനോദ്, നടക്കില്ല. മറ്റൊരു വഴിയിലൂടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. 24 മണിക്കൂറും ജോലി ജോലി എന്ന് പറഞ്ഞ് നടന്നതിലാണ് മകളെയും കൂട്ടിക്കൊണ്ട് ഭാര്യ പിണങ്ങിപ്പോയത്. ഇപ്പോ ലീവിലാണെന്ന് അറിഞ്ഞിട്ടും അവർ തിരിച്ചു വരുന്നില്ല. ഞാനില്ലാതെ ജീവിക്കാൻ അവർ ശീലിച്ചു കഴിഞ്ഞു. ഈ ഏകാന്തത, ഒറ്റപ്പെടൽ ഞാനും ഇഷ്ടപ്പെട്ടു തുടങ്ങി. സാർ, ഞാൻ വന്നത് എന്റെ കല്യാണം ഏതാണ്ടൊരു തീരുമാനമായി കഴിഞ്ഞു. സാറിനെയാണ് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത്. റിംഗ് എക്സ്ചേഞ്ചിന്റെ അന്ന് സാർ ഉണ്ടാവണം. ഇറ്റ്സ് എ വെരി ഗുഡ് ന്യൂസ്. ഞാൻ എന്തായാലും ഉണ്ടാകും വിനോദ്. കൺഗ്രാറ്റ്സ് ആൻഡ് അഡ്വാൻസ് ബ്ലെസ്സിങ്സ്. താങ്ക് യു വെരി മച്ച് സാർ. അപ്പൊ ഇറങ്ങട്ടെ. കാണാം. വിനോദായിരുന്നോ? ഞാനിപ്പൊ ആലോചിച്ചതേ ഉള്ളൂ, കുറച്ചു ദിവസമായിട്ട് വിനോദിനെ കണ്ടില്ലല്ലോ. ഒന്ന് വരൂ. ഇടയ്ക്കിടെ വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി. ആഹാ, ഇതിപ്പോ വിനോദിന്റെ കൂടെ വീടല്ലേ. ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. രാധികേ. അയ്യോ, ഞാൻ രാധികയെ കാണാൻ വന്നൊന്നല്ല. അതെനിക്കറിയാം. വന്ന സ്ഥിതിക്കൊന്ന് കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയില്ല, ചേട്ടന്റെ ക്ലിനിക്കിൽ കയറിയപ്പോ മൂപ്പര് ചോദിക്കുകയാണ്, മനസ്സിന് വല്ല പിരിമുറുക്കമുണ്ടോന്ന്. ഉദാഹരണത്തിന് ഫോണിലൂടെ കിസ് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിരിമുറുക്കം ഉണ്ടാവാന്നൊക്കെ. നമ്മളന്ന് ഫോണിൽ സംസാരിച്ചുണ്ടെന്ന് ചേട്ടൻ കേട്ടു. ആഹാ, ഇവിടുത്തെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇടയ്ക്കൊരു ചേഞ്ചിന് നേരിട്ട് ഒന്ന് വരാമെന്ന് കരുതിയാവും. ഡോക്ടറെ കാണാനാ ഞാൻ വന്നേ. പുതിയ അസുഖം വല്ലതും? അതല്ല, വിനോദിനോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു. ബാംഗ്ലൂരിലുള്ള പെങ്ങടെ പഠിത്തം തീരാറായോ? ഫൈനൽ എക്സാം ഈ മാസമാ. എന്താ കാര്യം? അല്ല, പെൺകുട്ടികളാവുമ്പോ വല്ല ഏടാകൂടത്തിലും ചെന്ന് ചാടുന്നതിന് മുമ്പ് കെട്ടിച്ചു വിട്ടേക്കണം. ഏയ്, അനുത്തിരി ബുദ്ധിയൊക്കെ ഉള്ള കൂട്ടത്തില. അതുകൊണ്ട് കാര്യമില്ല. അവളെക്കാളും ബുദ്ധിയുള്ള വല്ലവന്മാരും പുറകെ നടന്നാലോ? അക്കൂട്ടത്തിൽ ചിലപ്പോ അവളുടെ ഇരട്ടി പ്രായമുള്ളവരും കണ്ടേക്കും. അതൊക്കെയാ പ്രശ്നങ്ങൾ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഉടനെ കെട്ടിച്ചു വിടുന്നതാ നല്ലത്. അത്ര ധൃതി ഉണ്ടെങ്കിൽ അമ്മ തന്നെ അങ്ങ് കെട്ടിക്കോ. എന്തായാലും എക്സാം കഴിയട്ടെ. കറണ്ട് ഭാർഗവൻ ക്ലിനിക്ക് വന്ന് എന്തിനാ? കരണ്ട് ഭാർഗവനോ? ഓ, കരണ്ട് ഭാർഗവൻ. അതെ അതെ, വന്നു. എവിടെയോ പോകുന്ന വഴിക്ക് അവിടെ കയറിയതാ. നിങ്ങൾ തമ്മിൽ മുൻപരിചയമുണ്ടോ? ഇല്ല. ഈ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി എന്നെ ടാലന്റ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്ത് അറിഞ്ഞിട്ട് അഭിനന്ദിക്കാൻ വന്നതാ. അഭിനന്ദിക്കാനോ? ഭാർഗവനോ? അവനേതോ വലിയൊരു കള്ളനല്ലേ? മാഫിയ തലവനാ. കഞ്ചാവ് കൃഷിയാ പണി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖ്യ ശത്രുക്കളിൽ ഒരുത്തൻ. അന്ന് ഡോക്ടറുടെ ക്ലിനിക്ക് വന്നില്ലേ സോഫിയ അമ്മയും? സോഫിയുടെ അച്ഛനെ ഭാർഗവൻ തട്ടിക്കൊണ്ടുപോയതാണോന്ന് പോലീസിന് സംശയമുണ്ട്. അഭിനന്ദിക്കാൻ ഭാർഗവൻ വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അല്ലാതെ പിന്നെ അവന്റെ കഞ്ചാവ് തോട്ടത്തിൽ പണിയെടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കാൻ വന്നതാണോ? എന്തോ, അവനുമായി ബന്ധപ്പെടുന്ന എല്ലാരും പോലീസിന്റെ നോട്ടപ്പുള്ളികളായിരിക്കും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഏയ്,